നീതി തേടിയുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പത്തമ്പ് വിജയം വരും, സമരം ചെയ്യും. നമ്മൾ സർക്കാരിനോടല്ല നമ്മൾ ആരുടെ അടുത്താണ് പോയി സങ്കടങ്ങളൊക്കെ പറയുന്നത്. എൻഡോസൾഫാൻ വിഷയം പെട്ടെന്നുണ്ടായതല്ല. എത്രയോ കാലം മുമ്പ് തന്നെ എൻഡോസൾഫാൻ എന്ന വിഷമഴ കാസർഗോഡ് ജില്ലയിൽ സൃഷ്ടിച്ച ഈ സംഭവം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായി ഈ സമരം ചെയ്യാൻ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. എൻഡോസൾഫാൻ ഇരകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനു മുമ്പ് വിവിധ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യുകയുണ്ടായി. അതിനാദ്യം ഇരകളെ കണ്ടെത്തുക എന്നതായിരുന്നു. ആ ഇരകളെ കണ്ടെത്തുന്നതിനുള്ള വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഇതിനു മുമ്പ് നടത്തുകയും സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് അവർക്ക് നഷ്ടപരിഹാരം എന്ന് പറയാൻ പറ്റില്ല, സ്വാന്തനമായ ചികിത്സാ സ്വാന്തനങ്ങൾ നൽകുകയുണ്ടായി. അങ്ങനെ അപ്പോഴും കുറേ ആളുകൾ ലിസ്റ്റിൽ നിന്ന് പുറത്തായിരുന്നു. അവർ രോഗികളാണോ എന്ന് പോലും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. 2017 അവസാനമായി ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് 2017 ഏപ്രിൽ 5 മുതൽ 9 വരെ കാസർഗോഡ് ജില്ലയിലെ 5 സ്ഥലങ്ങളിലായി നടക്കുന്നത്. ആ ക്യാമ്പിൽ നിന്ന് 1905 പേരെ എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തുകയുണ്ടായി എന്ന് അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ പറയുന്നു. 3888 പേരാണ് ആ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയത്. എൻ്റെ മോള് ആ ക്യാമ്പിൽ പങ്കെടുത്ത് 1905 പേരുടെ ലിസ്റ്റിൽ വന്ന കുട്ടിയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും കാസർഗോഡ് കളക്ട്രേറ്റിന് മുമ്പിലൊക്കെ പോയി സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളായിട്ട് 874 കുട്ടികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ക്യാമ്പിൽ 2017 ക്യാമ്പിൽ പങ്കെടുത്തിന്, അതിന് മുൻപുണ്ടായ ക്യാമ്പിലും പങ്കെടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മളെ മകളും 1031 ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. 1905 എന്ന ആ സംഖ്യ എണ്ണം അത് അനുവദിക്കണമെങ്കിൽ അംഗീകരിക്കണമെങ്കിൽ റെമഡിയേഷൻ സെല്ല് മന്ത്രി ചെയർമാനായി കളക്ടർ കൺവീനറായിരിക്കുന്ന ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എൻഡോസൾഫാൻ പുനരധിവാസ റെമഡിയേഷൻ സെല്ല് അതിൽ വെച്ച് അംഗീകരിക്കണം. ആ അംഗീകാരത്തിന് വേണ്ടി അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ, ഇതിൻ്റെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർ അത് കൊണ്ടുപോയെങ്കിലും അത് അംഗീകരിക്കപ്പെടാതെ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അത് 287 ചുരുക്കി. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള സമരത്തിൽ പിണറായി വിജയനുമായി മുഖ്യമന്ത്രിയുമായി ഉള്ള ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ യാതൊരു പരിശോധനയുമില്ലാതെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്ന തീരുമാനം കൈക്കൊണ്ടു. അങ്ങനെയുള്ള കുട്ടികളെ എടുക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കൊടുത്തു വരുമ്പോഴും 1905 1301 വിക്ടിംസ് തികച്ചും പുറത്തു നിർത്തിയാണ് ചെയ്തത്. അവർക്ക് യാതൊരു പരിരക്ഷയും കിട്ടാതെ പോയി. ചികിത്സ പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ മുഴുവൻ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ കൊടുക്കുന്നു, പരാതികൾ കൊടുക്കുന്നു, എല്ലാ ജനപ്രതിനിധികൾക്കും കൊടുക്കുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് നിവേദനങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ആരും നിഷേധിച്ചിട്ടില്ല, ഞങ്ങളോട് ഇതല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അംഗീകരിക്കാൻ എന്തുകൊണ്ടോ തയ്യാറായില്ല. ഇതിനു മുമ്പ് നമ്മൾ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം നടത്തി അവസാനം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ ഏറ്റവും പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന അമ്മമാരും അവരുടെ രക്ഷിതാക്കളും പോയി മാർച്ച് നടത്തി. എന്നിട്ടും പരിഹാരമില്ലാതെ വന്നപ്പോഴാണ് ഈ കഴിഞ്ഞ ജനുവരി 30 മുതൽ അവർ സത്യാഗ്രഹ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ പോയി സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ 511 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി.
അതിൽ എൻ്റെ കുട്ടി ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ 19 വയസ്സ്. 1 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ എൻ്റെ കുട്ടിയെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. എൻ്റെ മകള് 5 വയസ്സ് വരെ നടന്നിട്ടില്ല, കിടന്നതൊക്കെ തന്നെയായിരുന്നു. ഒന്നും പറയില്ല, ബുദ്ധിയാണെങ്കിൽ തീരെ ഇല്ല, എല്ലാം ചെയ്തു കൊടുക്കണം, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വളർന്നതിന് ശേഷം ഋതുകാലഘട്ടം വന്നതിന് ശേഷം അമ്മമാർക്കെല്ലാം വലിയ കഷ്ടപ്പാട് തുടങ്ങി. ഒന്നും പറയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം കണ്ടാലേ അവർക്കൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ സ്ഥിതിയിലേക്ക് എത്തി. 1031 വരെ പുറത്താക്കിയത്. അതിൽ എൻ്റെ 2 കുട്ടികളുണ്ടായി. രണ്ടാമത്തെ മോള് 2018 മെയ് 26 മരിച്ചു. ഇപ്പോൾ ഒരു കുട്ടിയാണെന്നില്ലേ. ആ കുട്ടീനെ തനിച്ചാക്കിയിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല. 33 വയസ്സായി. ഇതുവരെ എല്ലാ കാര്യം ഞാനാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കണം. സമരത്തിരിക്കുന്നത് എൻ്റെ അനിയൻ എൻഡോസൾഫാനാണ്. 38 വയസ്സായി. ഒന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല, തലനേറി ശരിയില്ല. ഓനായിട്ട് സ്വയം ഒന്നും ചെയ്യില്ല, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ വെച്ചാൽ എവിടെയെങ്കിലും പോയാൽ വരിയില്ല, പിന്നെ മടങ്ങി കഴിഞ്ഞ് വിട്ടു പോയാൽ നമ്മൾ നോക്കിയിട്ട് തന്നെ നിൽക്കണം. അങ്ങനത്തെ അവസ്ഥ. പിന്നെ അവസ്മാരാളായിട്ട് അങ്ങനെ പോന്നു. എൻ്റെ മോന് 35 വയസ്സായി. എല്ലായിടത്തും ഇടിയും താടിയും മീശയും എല്ലാം 10 വയസ്സിൽ എൻ്റെ മോന് വന്നിന്. കുളിക്കില്ല, നനക്കില്ല, ഒന്നും പല്ല് തേക്കില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അച്ഛൻ ക്യാൻസർ വയസ്സിൽ മരിച്ചു. പിന്നെ വേറെ ആരും എനിക്ക് സഹായിക്കാൻ ആളില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് 65 വയസ്സായി. മോന് 35 വയസ്സായി. ഒരു മോൻ്റെ എടുക്കുക വേറെ ഒന്ന് എനിക്കുണ്ടെങ്കിൽ എത്ര സങ്കടമില്ല. അതും എനിക്ക് ഇല്ല. എങ്ങനെ ജീവിക്കുന്നതെന്നും എൻ്റെ മനസ്സിൻ്റെ ശേഷം മോനില്ല. എൻ്റെ മോന് 25 വയസ്സായി. ഒന്നും പിന്നെ ചെയ്യാനൊന്നും പറ്റും ചെയ്യില്ല, ബുദ്ധിയില്ല. ജനിക്കുമ്പോഴേ അങ്ങനെ വലിയതൊന്നുമില്ല. ഇപ്പം ചെറുങ്ങനെ വാക്ക് പറഞ്ഞ് നമുക്കാർക്ക് മനസ്സിലാവുകയൊന്നും ചെയ്യില്ല. അവനിങ്ങനെ തോന്നിയ പോലെ എന്തെങ്കിലും പറയും. ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടാകുമ്പോൾ ഇപ്പം അച്ഛനും പിന്നെ സ്റ്റോക്കൊന്ന് കിടപ്പില്ലാന്ന്. ഇപ്പോൾ എവിടെയും പോകുമ്പോൾ എവിടെയും പോകാനും പറ്റില്ല. വേറെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് വരെ. അപ്പം നമ്മളെന്ത് ആയിപ്പോയെങ്കിൽ നമ്മളെ മക്കൾക്കൊരു ഗതിയിലുണ്ടാവും. എങ്ങനെ ജീവിക്കുന്നത്? ഇനി മരിക്കുമ്പോൾ മരിക്കണോ? ഇങ്ങനെ മോനെ മുന്തി എൻ്റെ മോൻ എന്തെങ്കിലും ബയലിടണ്ടെന്നാലേ എനിക്ക് മരിക്കാൻ പറ്റൂ. അത് നമുക്ക് എന്തായാലും അത്രക്ക് നമുക്ക് കരുത്തില്ല. എവിടെയെല്ലാം പറയുന്നേക്കുന്നില്ലേ, മോനെ കൊന്നിട്ട് അമ്മ മരിച്ചു എന്ന്. അത് നമുക്ക് അത്ര ധൈര്യം നമുക്ക് വരുന്നില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്നാന്ന് ചോദിച്ചാൽ ഈ 1031 പേരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഗവൺമെൻറ് തരണം. ഞങ്ങൾക്ക് ഇനിയൊരു സമരത്തിന് ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചാണ് ഈ സമരപന്തലിൽ വന്നിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു രേഖ ഞങ്ങളുടെ മുന്നിലുണ്ട്. 2017 DYFI എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി നേടിയ ഒരു വിധിയുണ്ട്. ആ വിധിക്കകത്ത് പറയുന്നത് എല്ലാ ദുരിതബാധിതർക്കും പട്ടികയിൽപ്പെട്ടവർക്കും 5 ലക്ഷം രൂപ നൽകണം, ആജീവനാന്ത ചികിത്സ നൽകണം. പക്ഷെ ആ സംഖ്യ മുഴുവൻ കേരള സർക്കാർ ആദ്യം ചെയ്തിട്ട് ആ സംഖ്യ മുഴുവനും കമ്പനിയോട് ഈടാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ, കാരണം HIL പോലുള്ള കമ്പനികൾ അടച്ചിട്ടുണ്ട്, ഇനി കിട്ടുന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങണമെന്നാണ് ആ വിധിക്കകത്ത് പറയുന്നത്. സുപ്രീം കോടതി ഈ മുഴുവൻ ആളുകൾക്കും ഈ ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കൊടുക്കാൻ വേണ്ടി അതിൽ നിന്ന് പിന്നെ എണ്ണം കുറയ്ക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് ഇപ്പം ഗവൺമെൻറ് പോകുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമം ശരിയല്ല. കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കണം, മാത്രമല്ല ഇതിന് നഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് കമ്പനിയോട് വകവെച്ച് വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എന്നിട്ട് കമ്പനീനെ കൊണ്ട് നഷ്ടപരിഹാരം വാങ്ങിപ്പിക്കണം. സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പണമാണ്. അതുകൊണ്ട് സർക്കാർ കമ്പനിയോട് വാങ്ങിക്കുന്ന പണം നിശ്ചയമായി. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു ഇടപെടലോ ഒരു സന്ദർശനമോ ഒരു ചർച്ചയ്ക്ക് ഉള്ള ഒരു വേദി ഒരുക്കാനുള്ള മുന്നൊരുക്കങ്ങളോ ഒന്നും ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. പക്ഷേ ഈ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അധികാരികൾ ഇങ്ങനെ കണ്ണു ചെമ്പുന്ന ഇത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലാതെ ഇവരെ അതിൽ പെടുത്തണം, ലിസ്റ്റിൽ പെടുത്തണം. 1031 അവസാനത്തെ ഇരക്കും നീതി കിട്ടിയല്ലാതെ അമ്മ ഈ പോരാടുന്നു. നമ്മൾ ആരോടാണ് ഈ സങ്കടം പറയുക? നമ്മൾ സർക്കാരിനോടല്ലാതെ നമ്മൾ ആരുടെ അടുത്താണ് പോയി ഈ സങ്കടങ്ങളൊക്കെ പറയുക?
നമുക്ക് ആരോടും പറയാനില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഉള്ള കാലം വരെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ കാലം കഴിഞ്ഞ ഈ മക്കൾക്കാര്, അതാണ് ഞങ്ങളുടെ ആ ചോദ്യം. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ പോരാടുന്നു. കിട്ടിയാൽ നമ്മൾ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അങ്ങനെ ആയിപ്പോകും. പിന്നെ നമ്മൾ ചത്തുപോയാൽ ഒന്നും ആരുമില്ല. ഇപ്പോൾ നമുക്ക് ഇതിന് നീതി കിട്ടണം, അതുവരെ നമ്മൾ സമരം ചെയ്യും, വേറെ ഒരു വഴിയുമില്ല. ഈ സത്യാഗ്രഹ സമരം സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ പര്യാപ്തമായില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെ, മരണം വരെയുള്ള നിരാഹാരം ഉൾപ്പെടെ ഏറ്റെടുക്കാനാണ് ഇതിൻ്റെ സമരസമിതി ആലോചിച്ചിരിക്കുന്നത്, തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ സമരം ചെയ്യുന്ന അവരുടെ ഭാഗത്ത് 100% നീതിയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം പരിശോധിക്കാത്ത ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട്. അവരെയൊക്കെ ഉടനെ ലിസ്റ്റിൽപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കാരണം അവർക്ക് പുതിയ ക്യാമ്പ് വെച്ച് ഡോക്ടർമാർ പരിശോധന നടത്തി അർഹതയുണ്ടെങ്കിൽ മാത്രമാണ് അവർ അതിനകത്ത് പെടുത്തുക. രോഗം എന്നുള്ള ഒരു സ്ഥിതിയിൽ മാത്രം ഇതുവരെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നടത്തുന്ന സമരം അല്ലെങ്കിൽ അമ്മമാർ നടത്തുന്ന സമരം അങ്ങേയറ്റത്തെ നീതിയുക്തമായ സമരമാണ്. അവർ ജീവിക്കാനുള്ള അവരുടേതല്ലാതെ തെറ്റുകൊണ്ട് അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടപ്പോൾ അത് തിരിച്ചു തരാനുള്ള ബാധ്യതയ്ക്ക് വേണ്ടിയാണ്. അത് സർക്കാരിൻ്റെ അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു.